അപ്പൊ ഇവിടെയാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, ഇതൊരു കൂറുമുന്നണിയാണ്. ഇതൊരു പരസ്പര സഹകരണ UDF പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഞ്ചാം മന്ത്രിമാർ കേരളത്തിൽ ഇങ്ങനെ കത്ത് നിൽക്കുന്നു. ശക്തമായ സാമൂഹിക സാമുദായിക ധ്രുവീകരണത്തിനുള്ള എല്ലാ സാധ്യതകളും കേരളത്തിലുണ്ടായി. ആ സമയത്ത് പിണറായി വിജയൻ DP ചന്ദ്രശേഖരനെ കൊന്നിട്ട് UDF സഹായിച്ചു. ഇപ്പൊ സോളാർ വിഷയം, ജനകരക്ഷികൾ പ്രശ്നം, ഗണേഷ് കുമാർ ഈ പ്രശ്നങ്ങളൊക്കെ TP ജോസഫ് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മൊത്തം പ്രശ്നമാണ് UDF. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മോഹൻദാസ് കുറച്ച് ചരടുമായി നിർമ്മിച്ച് രക്ഷപ്പെടുത്തി. അപ്പൊ ഇവിടെ എന്തിനാണ് ഈ മനസ്സിലാക്കാൻ മതി. സോളാർ വിഷയം കേരളത്തിന്റെ ഖജനാവിന് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി? ഒരു നയാ പൈസയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്? ഉണ്ടായിട്ടില്ല. യാതൊന്നിനും ശരിയായ പ്രായവും അങ്ങനെ തൊലിവെളുപ്പ് കാണിച്ചിട്ട് ജോപ്പനെ വീഴ്ത്തി, ശരീരരാജിനെ വീഴ്ത്തി, വേണുഗോപാലിനെ വീഴ്ത്തി, ഗണേശനെ വീഴ്ത്തി. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. എവിടെയാണ് നമ്മുടെ പ്രതീക്ഷ? എന്താണ് നമ്മൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കുടുംബത്തോടും ഒരു ചാനൽ കാണാൻ പറ്റുമോ? മന്ത്രിയുടെ കേരളത്തിലല്ല, ഇങ്ങനെ കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ് നടക്കുക? അതൊന്ന് പരിശോധിച്ച് നോക്കുന്നില്ല. ഒരു മന്ത്രിയുടെ ഔദ്യോഗിക പദ്ധതിയിൽ കാമുകിയുടെ ഭർത്താവ് കയറി വന്നിട്ട് മന്ത്രിയുടെ മോന്ത കളിക്കുക. ഗണേശന്റെ മോന്ത കണ്ടിട്ടില്ലേ? യൂറോപ്പ് പോലുള്ള പാവത്തിന്റെ മോന്ത സോപ്പ് പോലെ ആക്കിയിട്ടാണ് തിരിച്ചുപോയി. ഇത് അതിനെക്കുറിച്ച് നടത്തുന്നത് നിയമസഭയിൽ ഒറ്റ ബഹളം. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ ഗണേശന്റെ മോന്തക്ക് ഗണേശന്റെ കാമുകിയുടെ ഭർത്താവ് അടിച്ചത് കേരളത്തിൽ ജനങ്ങളെ എങ്ങനെ ബാധിക്കും? ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്. കൃത്യമായി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇവിടെയാണ് ജനങ്ങൾക്ക് പ്രശ്നമില്ലേ? എപ്പോഴെങ്കിലും ഈ രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ സംസാരിക്കാൻ കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ടോ? പരിശോധിച്ച് നോക്കൂ. ജനങ്ങളുടെ വിഷയങ്ങൾ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, പൊതുമരാമത്ത്, സിവിൽ സപ്ലൈസ് ഒക്കെ തകർന്ന് താറുമാറായി കിടക്കുക. നമുക്ക് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുണ്ട്. അയാളുടെ കോലം കണ്ടാൽ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരാൾക്ക് കാണിച്ചുകൊണ്ടുണ്ട്. ഇത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ കോലം കഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പ്രശ്നത്തിൽ മന്ത്രിയാക്കുക. ഇവിടെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മന്ത്രി എനിക്കത്. ആര്യാട മുഹമ്മദ് ഇന്നലെ ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് ഒന്ന് നോക്കുമ്പോൾ അതിലൊരു കമന്റ്, ഒരു ചെറുപ്പക്കാരന്റെ കമന്റാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ആര്യാട മുഹമ്മദിന് കൊടുക്കണം കുറച്ചു കാലത്തേക്ക്. എന്നാൽ കേരളത്തിലെ മാതാപിതാക്കളുടെ ജോലിഭാരം പകുതി കുറഞ്ഞിരിക്കും. പിന്നെ കുട്ടികളെ സ്കൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വീടിയും വരുത്തി ഏതെങ്കിലും ഓവ് വാർത്ത നമ്മൾ ഇരുന്നോളൂ. സ്കൂൾ തുറക്കണ്ട, ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കണ്ട, മാതാപിതാക്കൾക്ക് കൊടുക്കുന്നില്ല. ഇയാളുടെ വകുപ്പുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു. ഇയാൾ അധികാരത്തിൽ കയറി അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ് KSRTC എങ്ങനെയെങ്കിലും ഞാൻ പൂട്ടിക്കും. ഇത് കൂട്ടേണ്ട പറ്റില്ല. ഇത് എങ്ങനെയെങ്കിലും പൂട്ടിച്ചിട്ടേ എല്ലാവരും വിടുന്നതാണ്. സ്ഥാപനം ചെയ്തതുപോലെയാണ് പ്രവർത്തനം. ഞാൻ ചോദിക്കട്ടെ, ആര്യാടാ കോൺഗ്രസുകാരാ? ഞാൻ ചോദിക്കുന്നത് കർണാടകയിൽ കർണാടക RTC ഉണ്ടല്ലോ, നഷ്ടത്തിലാണോ ലാഭത്തിലാണോ? ലാഭത്തിലാണ്. കർണാടകയുടെ ട്രാൻസ്പോർട്ടിന്റെ 84% കർണാടക സർക്കാരിന്റെ കയ്യിലാണ്, ലാഭത്തിലാണ്. എന്താ കാരണം? സബ്സിഡി ഇല്ലാതായപ്പോ കർണാടക RTC അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വകാര്യ കമ്പുകളിൽ നിന്ന് എണ്ണയടിച്ചു, നിങ്ങൾ വണ്ടി ഓടിച്ചു. സർക്കാരിന്റെ ബസ്സ അത് നിലനിൽക്കണം. അതുകൊണ്ട് സ്വകാര്യ കമ്പുകളിൽ നിന്ന് എണ്ണയടിച്ച് നിങ്ങൾ വണ്ടി ഓടിച്ചോ എന്നാലും നമുക്ക് സർക്കാർ പറഞ്ഞു. ജയലളിത 100 ബസ് ആര്യാടാ കേരളത്തിലോടുന്നുണ്ട്. ജയലളിതയുടെ ബസ്, തമിഴ്നാടിന്റെ ബസ് 100 ബസ് കേരളത്തിൽ മാത്രം ട്രിപ്പ് നടക്കുന്നുണ്ട്. ലാഭത്തിലാണ്, മുഴുവൻ ലാഭത്തിലാണ്. എന്താ കാരണം? സബ്സിഡി ഇല്ലാതായപ്പോ ജയലളിത പറഞ്ഞു, സർക്കാർ ബസ് ജനങ്ങളുടെ ബസ്സാണ്, അതിൽ നിലനിൽക്കണം. അതുകൊണ്ട് സ്വകാര്യ കമ്പുകളിൽ നിന്ന് എണ്ണയടിച്ച് നിങ്ങൾ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞു. കർണാടക ഒരു നഷ്ടമില്ല, തമിഴ്നാട് നഷ്ടമില്ല. കേരളത്തിലെത്തുമ്പോൾ 2000-ഓളം ആളുകൾക്ക് ശമ്പളം കിട്ടുന്നില്ല. പുതുതായി ജോലിക്ക് കയറുന്ന PSC മുഖേന
കണ്ടക്ടറെ ജോലി കിട്ടിയ 2000 ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ജോലി വേണ്ട, വെറുതെ മുങ്ങുന്ന കപ്പലിൽ പോയി മുങ്ങിച്ചാവാൻ നിൽക്കുന്നത് കാത്തുകൊടുത്ത് ചെയ്യാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജോലി വേണ്ട. KSRTCയുടെ മുക്കാണ്. ഇനി KSB നമുക്കറിയാം 4 മാസം മഴ നിർത്താതെ മഴ 4 മാസം. നമ്മുടെ പുഴകൾ കേരളത്തിന്റെ പ്രത്യേകത എന്താ പറയോ? കേരളത്തിന്റെ പ്രത്യേകത 44 നദികൾ കൊണ്ട് സമ്പന്നമാണ് കേരളം. മറ്റൊരു സംസ്ഥാനത്തിനും ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു കലയില്ല. പലപ്പോഴും ഏറെ അനുഗ്രഹിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 44 നദികൾ, സുന്ദരമായ നദികൾ. ഈ 44 നദി നിറഞ്ഞു കഴിഞ്ഞു. ചോദിച്ചു കാര്യങ്ങൾ ഇടുക്കി ഡാം തുറന്നു വിടേണ്ട കെട്ടുമത്തി ഇത് ചോദിച്ചു നോക്കി അറിയല. അവസ്ഥ എന്താ? എന്തെങ്കിലും ചെയ്യണം പോലെ ഇത് കമ്പനി വെച്ചാലും നഷ്ടത്തിലാണ്. ഇനി എന്നെ ചേർക്കുന്ന ബുദ്ധിമുട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ലാഭത്തിലുള്ള ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് പറയാൻ നിങ്ങൾ കെയർ ബോർഡ്, കശുവണ്ടി ബോർഡ്, റബ്ബർ ബോർഡ്, ഒറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ. നമ്മുടെ ലാഭേട്ടന്മാർക്ക് സാധനം ഒരേ ഒരു വികാരം അവിടെ ജാതിയില്ല, മതയില്ല, വർഗീയതയില്ല. പോലീസ് വന്ന എന്താ ചൂടിലൊക്കെ നിലകളിൽ സന്തോഷിച്ചു. പ്രശ്നമുണ്ടോ? വളരെ കൃത്യമായി അടുത്ത വിദ്യയോടുകൂടി ലൈനിൽ നിന്ന് ആളുകൾ സാധനം വാങ്ങി ആരെയും തിരികെ അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇനി മദ്യത്തിന്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി പോവുക കേരളത്തിൽ. ഓരോ പഞ്ചായത്തിലും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ മദ്യത്തിന്റെ സൂപ്പർ മാർക്കറ്റ് എവിടെയൊക്കെ നിൽക്കുന്നു കേരളം എന്ന് പരിശോധിച്ചു നോക്കുക. ഇവിടെ ഒരു പാർട്ടി കൊണ്ട് ഇതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പ്രചോദിപ്പിന്റെ രാഷ്ട്രീയം. വളരെ കൃത്യമായ രാഷ്ട്രീയം. ഇപ്പൊ നമുക്കറിയാം ഒരു സമരം നടന്നു കേരളത്തിൽ. കസ്തൂരികളുടെ റിപ്പോർട്ടിനെതിരെ ഒരു സമരം സർക്കാർ വായിക്കുന്നു. ഹൈക്കോടതി ചോദിച്ചു, ഞങ്ങളെല്ലാം ചോദിച്ചത് മണ്ണെത്തകാതെ നിനക്കറിയോ മാധവനാണെങ്കിൽ റിപ്പോർട്ടിനെ കുറിച്ച്? നിനക്കറിയോ കസ്തൂരികളുടെ റിപ്പോർട്ടിനെ കുറിച്ച്? CPM 4 വോട്ടിന് വേണ്ടി എന്ത് തോന്നിയാപം ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് CPM ഒക്കെ എത്തി നിൽക്കുന്നു. ജീർണതയുടെ ആഴവും പലപ്പം മനസ്സിലാക്കാൻ അത് മാത്രം നോക്കിയാൽ മതി. അച്ഛന്മാരോട് പറഞ്ഞു, വീടുകൾക്കൊക്കെ പച്ച പെയിന്റിരിക്കേണ്ടി വരും, ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ പച്ച പെയിന്റിരിക്കേണ്ടി വരും, നിങ്ങൾക്ക് രാസവളം ഉപയോഗിക്കാൻ കഴിയില്ല, ഭൂമി വിൽക്കാൻ കഴിയില്ല, വാങ്ങാൻ കഴിയില്ല. അച്ഛന്മാരൊക്കെ തെരുവിലിറങ്ങി, കുഞ്ഞാടുകളൊക്കെ വിളിച്ചു ചേർത്തു. ബിഷപ്പുമാർ പറഞ്ഞു തെരുവിലിറങ്ങണം. ഒരു ബിഷപ്പ് കോഴിക്കോട് ജില്ലയിൽ പ്രസംഗിച്ചത് ഒരു ജാതിയന്മാരാകുന്നുണ്ടാവും, ഞങ്ങളൊക്കെ മാവോ പ്രസ്ഥാനത്തേക്ക് പോകുക. സർക്കാർ ബസ്, അത്ര സർക്കാർ ബസ്സാണ് കിട്ടത്. സർക്കാർ ബസ്സുകൾ, പോലീസ് വാഹനങ്ങൾ ഒക്കെ കത്തിച്ചു. ഏതെടുക്കണോ വേണ്ടതിനുള്ള കാര്യത്തിൽ സംശയം. നമ്മൾ മുസ്ലിങ്ങളല്ലല്ലോ, ക്രിസ്ത്യാനികളല്ലേ. മലയോര മേഖലയിലെ ഭാവം ക്രിസ്ത്യാനികൾ, കർഷക തൊഴിലാളികൾ, അവരല്ലേ 4 പോലീസ് കത്തിച്ചത്, അവരല്ലേ എസ്പിയെ കല്ലെറിഞ്ഞത്. അതിനുള്ള പ്രശ്നം മുട്ടുവല്ലേ. എന്താണ് കസ്തൂരി എന്ന റിപ്പോർട്ട്? എന്താ കസ്തൂരി എന്ന റിപ്പോർട്ടുകൾ പ്രധാനമായും പറയുന്നത് ഖനനം പോലെയാകുന്ന പാറമലകൾ എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവവായുമാണ്. പശ്ചിമഘട്ടം ഇല്ലെങ്കിൽ നല്ലവരില്ല, പശ്ചിമഘട്ടമില്ലെങ്കിൽ കോഴിക്കോടില്ല, പശ്ചിമഘട്ടമില്ലെങ്കിൽ കണ്ണൂരില്ല. നമ്മുടെ ഭൂമിയാണ് പശ്ചിമഘട്ടം, നമ്മുടെ പുഴയാണ് പശ്ചിമഘട്ടം, നമ്മുടെ ശ്വാസമാണ് പശ്ചിമഘട്ടം. ഇതാണ് ഈ ഭൂമി കേരളത്തെ താങ്ങി നിർത്തുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയെ നിലനിർത്തുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ ഞാൻ സാന്ദർഭികമായി ഉപയോഗിച്ചത പർവ്വതങ്ങൾ എന്ന് പറയുന്നത് അലങ്കാരമല്ല, ഒന്ന് നാട്ടപ്പെട്ടതാ. ഭൂമിക്കൊരു ആണിനായിട്ടാണ് പർവ്വതങ്ങൾ പടുത്തുന്നത്. വലിയൊരു ആയത്താണ്, ഒരുപാട് മനസ്സിലാക്കാൻ. കസ്തൂരി എന്ന റിപ്പോർട്ട് വായിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരായത്താണ് പർവ്വതങ്ങളിൽ നാട്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം അത് നശിക്കുമ്പോൾ, പശ്ചിമഘട്ടം തുറന്ന് പാറമലകൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ പരിസ്ഥിതിക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് കസ്തൂരി എന്ന റിപ്പോർട്ട് പറയുന്നു മാന്യമായ വികസനം. ഇതിന്റെ പ്രശ്നം എന്നറിയോ? ഇതിന്റെ പ്രശ്നം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കറിയാം. നാളെ ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ, ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ
പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അതേക്ക് പ്രധാന പ്രശ്നമുള്ളൂ. എന്ത് ചെയ്യണമെങ്കിലും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം. അതൊരു പ്രശ്നമാണ്. ഇനി പോകട്ടെ, പാറ പൊട്ടിക്കരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് കർഷക വിരുദ്ധമാകുന്നത്? സഖാവെ, മണലൂറ്റരുത്. ഈ 10 ലക്ഷത്തിലൂടെ 5 കരയിലൂടെ ഒഴിച്ചു വരുന്ന മണൽ ഇത് ഊറ്റരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് സഖാവെ ഈ കർഷക വിരുദ്ധമാകുന്നത്? സംരക്ഷിക്കണ്ടേ? നമ്മളെപ്പോലെ ഭൂമിയുടെ അവകാശികൾ, പക്ഷിപരികാരികൾ, അവർക്ക് ഭൂമിയുടെ അവകാശികളാണ്. അവർക്ക് ജീവിക്കണ്ടേ? അതാണ് കസ്തൂരി എന്ന് പറയുന്നത്. ഞങ്ങൾ കസ്തൂരി എന്ന റിപ്പോർട്ടിനെതിരായിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ അത് കർഷകർക്ക് എതിരാവാതെ, അല്ലെങ്കിൽ കർഷകരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്രയൊരു പ്രശ്നമുണ്ട്. ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. നിങ്ങൾക്ക് ഭൂമി വിൽക്കാം, കൊടുക്കാം, നിങ്ങൾക്ക് കൃഷി ചെയ്യാം. 6 മണിക്ക് ശേഷം ലൈറ്റോ പാക്കറ്റ് വരുന്ന ഒരു വിവരമില്ലാത്ത സഖാവ് ഈ മലയോര മേഖലയിൽ പ്രസംഗിച്ചത് എന്റെ നാട്ടിൽ ഒത്തിരി സംഘർഷമുണ്ടായ ഒരു പ്രദേശം. അവർ പോയിട്ട് സഖാവ് പറയുന്നു, ഇവിടെ 6 മണിക്ക് ശേഷം ലൈറ്റ് കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ പച്ച പരിചരിക്കേണ്ട ഒരു ദൂരികളൊക്കെ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നതാണ്? എന്ത് നെറികേടുകളുടെ ഒരു കൂടാരമായി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുമ്പോൾ അഭിമാനത്തോടുകൂടി പറയുന്നു, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ ചെറിയ പാർട്ടിയാണെങ്കിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായ നിലപാടുകൾ. രാജ്യത്തിന്റെ അവസ്ഥ അത്ര ഭീകരമാണ്. രാജ്യത്തിന്റെ അവസ്ഥ ചർച്ച ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അമേരിക്ക സന്ദർശിച്ച് പിടിച്ചു വരുന്ന വഴി മാധ്യമങ്ങൾ ചോദിച്ചു, ഡോക്ടർ മൻമോഹൻ സിംഗ് എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ? അഴിമതിയുടെ പട്ടികയിൽ നമ്മൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം പാതാളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. രൂക്ഷമായ വിലക്കയറ്റം, ലോകത്തെവിടെയുമില്ലാത്തവിധം രൂക്ഷമായ വിലക്കയറ്റമുണ്ടാകുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞതെന്താണെന്നറിയോ? അതൊക്കെ രാജ്യം പുരോഗമിക്കുന്നതിന്റെ ലക്ഷണമാണ്. ഇത്രമാത്രം കോർപ്പറേറ്റുകൾക്ക്, മൂലധന ശക്തികൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ പരമാധികാരം, രാജ്യത്തിന്റെ പൊതുമേഖലകൾ ഈ കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ അധീനതയാണ്. അമ്പാടുകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇവർക്ക് സമയമുണ്ട്. രാഷ്ട്രീയ ബന്ധങ്ങളുടെ നികുതികൾ എഴുതിത്തള്ളാൻ, അവർക്ക് സബ്സിഡി കൊടുക്കാൻ ഇവരുടെ കയ്യിൽ പണമുണ്ട്. പാവപ്പെട്ട കർഷകർക്ക് സബ്സിഡി കൊടുത്തു നോക്കും. പാവപ്പെട്ട കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. സാധാരണക്കാർക്ക് സബ്സിഡി കൊടുക്കാൻ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിപണി കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്നു. നമ്മുടെ പൊതുമേഖലകൾ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്നു. പുസ്തകങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന അവർ ഏത് മുന്നണിയിലാണ്, ഏത് രാഷ്ട്രീയപ്പെട്ട അവരാണ് ഇവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ അവരാണ് ഇവർക്ക് വേണ്ടി. ഇപ്പൊ നരേന്ദ്രമോദിക്ക് വേണ്ടി കോർപ്പറേറ്റുകൾ മത്സരിക്കുകയാണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് ഒരു ഏകാധിപത്യം ആവശ്യമുണ്ട്. അവർ വിചാരിക്കുന്നത് പോലെ രാജ്യത്ത് അവർ വിചാരിക്കുന്നത് പോലെ മൂലധന നിക്ഷേപം ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഈ നരേന്ദ്രമോദിയെ പോലുള്ള ഏകാധിപതികളിൽ അധികാരത്തിലേക്ക് വരണം. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് അധിനിവേശം പല രൂപത്തിൽ പല വഴികളിലൂടെ കടന്നു വരികയാണ്. നമുക്ക് പരിശോധിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷുകാരെ പോയി ചുരുങ്ങാൻ ശ്രമിക്കാത്ത ഈ ഇസ്ലാം രാജ്യത്തെ നമ്മൾ ഇവിടുന്ന് നാട് കടത്തി. പക്ഷേ ഈ അധിനിവേശ ശക്തികൾ പല രൂപത്തിൽ ചോപ്പായും ചീർപ്പായും നൂഡിൽസായും ചായപ്പൊടിയായും പഞ്ചസാരയായും ഒക്കെ അരിയായും മുളകായും നമ്മുടെ അടുക്കളകളിലേക്ക് കടന്നു വരും. അധിനിവേശം അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ എന്ത് ഉപയോഗിക്കണം, നമ്മൾ ഏത് സോപ്പ് ഉപയോഗിക്കണം, ഏത് ചീർപ്പ് ഉപയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കുറ്റങ്ങളാണ്. നിങ്ങളില്ലേ ചില്ലറ വ്യാപാര മേഖല നമുക്കറിയാം. ചില്ലറ വ്യാപാര മേഖല വിദേശ കുറ്റങ്ങൾക്ക് കൊടുത്തു എന്ന് കേൾക്കുന്ന വ്യാപാരികളെ, വ്യവസായികളെ ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കൂ, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ചില്ലറ വ്യാപാര മേഖലയിലെ ഏറ്റവും വലിയ പുസ്തകങ്ങളാണ് വാൾമാർട്ട്. ഈ വാൾമാർട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഇത് ഇന്ന് കേൾക്കുന്ന ഈ ചില്ലറ വ്യാപാര മേഖലയിലെ ആളുകൾ നിങ്ങൾ എറണാകുളത്ത് പോയി ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ പരിസര പ്രദേശത്ത് നിങ്ങൾ അന്വേഷിച്ചമത്. ഈ വാൾമാർട്ടിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലുലു എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കമ്പനിയാണ്. ചില്ലറ വ്യാപാര മേഖലയിൽ വളരെ ചെറിയ കമ്പനി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കമ്പനിയാണ് വാൾമാർട്ട്.
ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി കൊച്ചിയിൽ. പരിസരം 5 കിലോമീറ്റർ പ്രദേശത്തുള്ള കടകൾ, ചില്ലറ വ്യാപാര കടകൾ ഓരോന്നായി കൂട്ടിക്കൊണ്ടിരിക്കുക. പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഒരു ഹൈപ്പർ മാർക്കറ്റിനോട്, വാൽമാർട്ടിനോട്? നിങ്ങളറിയോ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് വാൽമാർട്ട് ഒരു ഷോപ്പ് തുറന്നാൽ പരിസര പ്രദേശത്തുള്ള 3000-ഓളം കടകളുടെ അഡ്രസ് ഒരു കൊല്ലങ്ങളുണ്ടാവില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വാൽമാർട്ട് കടകൾ, ഷോപ്പുകൾ തുറന്ന രാജ്യങ്ങളിലൊക്കെയുള്ള അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ വ്യാപാര മേഖല വാൽമാർട്ടിനെ കുറിച്ച് പ്രതിഷേധിക്കുന്നുണ്ടോ? ഇവിടെയെങ്കിലും സാമൂഹികളോ രക്ഷകരോ ഒക്കെ എന്തെങ്കിലും നടത്തിയായി അതോടുകൂടി തീർക്കും പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഈ ചില്ലറ വ്യാപാര മേഖല ഈ വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനുള്ള ബില്ല് രാജ്യസഭയിലും പാർലമെന്റിലും പാസ്സാവാമെങ്കിൽ മാത്രം 300 കോടി രൂപ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കുറിച്ച് വളർന്നു. അറിയോ നിങ്ങൾ? നമ്മളറിയാതെ അധിനിവേശ ശക്തികൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നു. ഇസ്രായേലും അമേരിക്കക്കുമൊക്കെ യഥേഷ്ടം ഇടപെടാൻ കഴിയുന്ന, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ പോലും ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യം മാറി. ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആർജവത്തോടുകൂടി കാര്യങ്ങൾ പറയുന്നത്. മറ്റൊരു വസ്തുത, ജാതി വ്യവസ്ഥ ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പരിശോധിക്കുന്നത് രാജ്യത്തിന്റെ വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായിരിക്കേണ്ടതാണ്. രാജ്യത്തിന്റെ വിഭവങ്ങൾ, നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഓരോ പോലും അതിന്റെ അവകാശങ്ങൾ വളരെ കൃത്യമായി പറയുന്നത് നമ്മുടെ ഭരണഘടന. പക്ഷേ ഇതിന്റെ അവസ്ഥയില്ല. രാജ്യത്തിന്റെ വിഭവങ്ങൾ അനുഭവിക്കുന്നത് 12%. രാജ്യത്തിന്റെ വരണ്യവർഗം, രാജ്യത്തെ സമ്പന്നവർഗം, ഉപരിവർഗം, ഈ രാജ്യത്തെ രാജ്യസമ്പന്നക്കാർ, അവരാണ് രാജ്യത്തിന്റെ വിഭവങ്ങൾ. 87% എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ പുറത്താണ്. അവർക്ക് രാജ്യത്തിന്റെ വിഭവങ്ങൾ അനുഭവിക്കുന്നത്. അവരെയാണ് സോഷ്യൽ ഡെമോക്രസി, നമ്മുടെ പാർട്ടിയുടെ പേരിൽ സാമൂഹിക ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 95% ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ പങ്കുവെക്കപ്പെടണം. 20% മുസ്ലിങ്ങൾക്ക് 4% കിട്ടിയാൽ മതിയോ? രാജ്യത്തിന്റെ വിഭവത്തിൽ പങ്കാളികളായാൽ മതിയോ? 12% ദളിതങ്ങൾ 2% കിട്ടിയാൽ മതിയോ? പോരാ. രാജ്യത്തിന്റെ വിഭവങ്ങൾ രാജാക്കന്മാരും മുഖർജിമാരും ഭരണാചാര്യമാരും അതുപോലെ തന്നെ നായന്മാരും നമ്പൂരിമാരും നമ്പ്യാമാരൊക്കെ കൈവശം വെച്ചിരിക്കുക. ഇവരുടെ കൈകളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ പിടിച്ചെടുക്കണം, തുല്യമായി വിധിക്കപ്പെടണം. ഇതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്ന രാജ്യങ്ങൾ. അതിന് ജാതി വ്യവസ്ഥ ഈ രാജ്യത്തെ തകർക്കപ്പെടണം. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ആദിവാസികൾ ഇരകളാണ്. ഈ രാജ്യത്ത് ഇരകളാണ്. അവരനുഭവിക്കേണ്ട ഈ വിഭവങ്ങളാണ് ഇവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ തമ്പുരാക്കന്മാർക്കുള്ളത് അടിയറവ് വെക്കാനുള്ളതല്ല. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാരൻ സ്വർണ്ണ കളികയിൽ വെച്ച് നടന്നതാണോ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം? എന്നെ കളിക്കുന്ന മുസ്ലിം ലീഗിലല്ല, സംഘടനത്തിന്റെ താരാജ്യവാദ്യമാണ് ഈ സമുദായത്തെ പലപ്പോഴും മുറക്കാൻ ശ്രമിക്കുമ്പോ എഴുതുമ്പോ മുട്ടുമറക്കുന്ന മുസ്ലിം ലീഗുകാരാ. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട് എന്നറിയോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അതനുഭവിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ട സമുദായം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിം സമുദായമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പരിശോധിച്ചു നോക്കുക. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജനകീയ തെരുവോരങ്ങൾ ഇന്ത്യ മഹാരാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, ശാന്തയും പൊട്ടിച്ചുകൊണ്ട് തന്റെ തെരുവടക്കമുള്ളവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നൃത്തം ചെയ്തുകൊണ്ട് ഡൽഹിയിൽ ആഘോഷിക്കുമ്പോൾ ഒരു നേതാവിനെ മാത്രം കാണുന്നില്ല. ആളുകളൊക്കെ അന്വേഷിച്ചു, എവിടെ മൗലാന അബുൽ കലാം ആസാദ്, കേൾക്കുന്ന മുസ്ലിം ലീഗുകാരെ, എന്നെ കേൾക്കുന്ന സഖാമേ, ഈ രാജ്യത്തെ മുസ്ലിമിന്റെ ചരിത്രം ഞാൻ പറയുന്നത്. അവിടെ ചെന്നപ്പോ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഡൽഹി ജുമാമത്തിന്റെ ഒരു മൂലയിൽ സുജൂദിൽ വീണ് കിടക്കുന്ന മൗലാന അബുൽ കലാം ആസാദ്. എന്തിനറിയോ? തന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് സുജൂദിൽ വീണ് കിടക്കുന്ന ആ നേതാവ്. അങ്ങനെയുള്ള മുസ്ലിങ്ങളെയാണ്, മുസ്ലിങ്ങൾക്കാണ് ഇവിടെ രാജ്യപ്രേമം. 5 മിനിറ്റ് കൂടുമ്പോ മുസ്ലിങ്ങൾ മതേതരത്വം തെളിയിച്ചാണ്.
മുസ്ലിങ്ങൾ രാജ്യത്തിനകം തെളിയിക്കണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം എടുക്കുന്നില്ല. ഞാനൊരു ദിവസം കോയമ്പത്തൂരിലേക്ക് യാത്ര കഴിയുമ്പോൾ എനിക്ക് ചെറുപ്പക്കാരൻ നന്നായി ഹിന്ദി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ വളരെ സുന്ദരമായി മലയാളം സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ്, എവിടെയാണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ആൻഡമാനിലാണ്. ആൻഡമാൻ, ഞാൻ തലശ്ശേരിയിലാണ് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സുന്ദരമായി ഹിന്ദിയും മലയാളവും സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്, ഞങ്ങളുടെ നാട്ടിലെ ഭാഷ ഹിന്ദിയാണ്, ഞാൻ വീട്ടിൽ മലയാളം. ചോദിച്ചപ്പോ അദ്ദേഹം എനിക്ക് ധാരാളം ബന്ധുക്കളുണ്ട് മലപ്പുറം ജില്ലയിൽ, അറിയുന്നതും അറിയാത്തതുമായ ബന്ധുക്കൾ. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ആൻഡമാനിൽ എത്തിയതെന്ന് ചോദിച്ചപ്പോ അഭിമാനത്തോടുകൂടി ബന്ധുക്കാർ പറഞ്ഞതല്ലോ, ഞങ്ങളുടെ തലമുറയെ ബ്രിട്ടീഷുകാരിൽ നാട് നിർത്തിയതാണ്. ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേരെന്താ പറയൂ, നിങ്ങൾ ബുക്കോട്ടൂർ എന്നാണ് എന്റെ സ്ഥലത്തിന്റെ പേര്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ജനനാട് വെള്ളനാട് താലൂക്കുകളിൽ ഒരു നൂറ്റാണ്ടുകാലൊക്കെ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഖാമെ 1 ലക്ഷത്തോളം ആളുകളാണ് ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ജീവൻ കൊടുത്തത്. 10,000-കണക്കിന് ആളുകളെ ബ്രിട്ടീഷുകാർ ആൻഡമാനിലേക്ക് നാടുകടത്തി. ആൻഡമാനിലേക്ക് നാടുകടത്തിയ ഈ ആളുകൾ തിരിച്ചു വരാൻ കഴിയാതെ വന്നപ്പോ സ്വന്തം നാടിന്റെ പേര് പാലക്കാടിൽ നിന്നും കൊണ്ടോട്ടിയെന്നും പൂക്കോട്ടൂരെന്നും അവർ തങ്ങളുടെ ആ പ്രദേശത്ത് വിട്ടു. അങ്ങനെയാണ് സ്ഥലത്തൊക്കെ പേര് വന്നത്. ആളുകൾ താമസിക്കാത്ത പ്രദേശം, അവിടെയൊക്കെ ആളുകളുണ്ടായി. ഇതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം. ഇതിന്റെ ആർത്തക്കാരൻ ചട്ടികളെ പോലെയുള്ള മേൽദ്രോഹികൾ വന്നിട്ട് ഈ രാജ്യത്തെ മുസ്ലിമിനോട്, രാജ്യത്തിന് മുസ്ലിമിന്റെ രാജ്യത്തിനകം നിങ്ങൾ പറയണ്ട. ഇവരിൽ നിന്ന് തെളിവന്റെ ആദിവാസിയുടെ രാജ്യത്തിനകത്തെക്കുറിച്ച് നിങ്ങൾ ആരും പറയണ്ട. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഇവരുടെ പങ്ക് വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കൃത്യമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം രാജ്യം അനുഭവിക്കുകയാണ്. അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അവരുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ആരൊക്കെയോ അനുഭവിക്കുകയാണ്. ഇത് യഥാർത്ഥ അവകാശികളുടെ കൈകളിലേക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശം യഥാർത്ഥ അവകാശികളുടെ കൈകളിലേക്ക് അതെത്തണം. ഇതാണ് നിങ്ങൾ പറയുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയം. ആർജവത്തോടുകൂടി SDFI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി ഈ രാജ്യത്തിൽ മാറുകയാണ്. അത് കാണുമ്പോൾ CPM ഞങ്ങൾ തീവ്രവാദികൾ, ഭീകരവാദികൾ, മുസ്ലിം ലീഗിന് ഞങ്ങൾ തീവ്രവാദികൾ, കോൺഗ്രസിലാണ് ഞങ്ങൾ തീവ്രവാദികൾ, ഭാരതീയ ജനതാ പാർട്ടിക്കാരനും ഞങ്ങൾ തീവ്രവാദികൾ. 21 ചെറുപ്പക്കാരാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ ഇല്ലാത്ത കേസുണ്ടാക്കി ഞങ്ങൾ 21 സഹോദരങ്ങൾ. എന്നെ കേൾക്കുന്ന മുസ്ലിംകാരാ, ഒറ്റുകാരിന്റെ വേഷം അത് എന്താണ് അണിഞ്ഞതില്ലെന്ന് അഭിനവത്തെക്കുറിച്ചുമാർ പറയുമ്പോൾ ഈ അഭിനവത്തെക്കുറിച്ചുമാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, ജയിലെന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനുള്ളതല്ല, ആൺകുട്ടികളെപ്പോലെ പോയി കിടക്കാനുള്ളതാണ്, ആൺകുട്ടികൾക്ക് നടക്കാനുള്ളത് ആഗ്രഹിക്കുന്നു. അത് കാണിച്ചു ഞങ്ങൾ ഭയപ്പെടുത്തണ്ട. കാരണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ പറഞ്ഞ കുറെ വാക്കുകൾ ഞാൻ ഓർത്തുപോവുകയാണ്. ഞങ്ങളുടെ ശിവത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം, പക്ഷേ ഞങ്ങളുടെ ഭക്തരിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല. ഞങ്ങളുടെ ശ്വാസം നിങ്ങൾക്ക് എടുക്കാം, എന്നെ കണ്ടാൽ ഊർജ്ജമാക്കിക്കൊള്ളൂ, പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി മരിക്കുന്നവരും മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുമാണ് സംസ്ഥാനത്തിന്റെ വാക്കുകൾ. ഇത് മനസ്സിലാക്കേണ്ടത്. അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട് അതിക്ക് നേതാവാൻ വേണ്ടിയല്ല, എന്നല്ലാകാനില്ല, അങ്ങനെ നിർത്താനില്ല, നിയമസഭയിൽ എത്താനില്ല, ഒരു കാലം പോകാനില്ല. മനസ്സിലാക്കുന്നു ഈ വഴി. ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് ദുർഘടമായ പാതയാണ്. കല്ലും മുള്ളും വീഴ്ച വഴികളല്ല ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീം. അവിടെ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. അടിമാലികൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ഭരണകൂട ഭീകരത ഞങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. UAP എന്ന് പറയുന്ന കരുവേമൻ ഞങ്ങൾക്ക് മുന്നിലുണ്ട്. പക്ഷേ കോൺഗ്രസുകാര, ലീഗുകാര, സഖാമെ, ഭാരതീയ ജനതാ പാർട്ടിക്കാര, RSSകാര ഞങ്ങൾക്ക് പോയേ പറ്റൂ. അത് ആരെയാണോ ഒത്തുകാലം കൊണ്ട് സമർപ്പിച്ചു എങ്ങനെയാണോ കടന്നു പോകുന്നത് അതുപോലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ തീരുമാനത്തോട് കടന്നു പോകും. അവസാനത്തെ പ്രവർത്തകരും അവശേഷിക്കുന്നുണ്ട്, അവസാനത്തെ പ്രവർത്തകരും ഇവിടെ തീരുന്നത് വരെ. കാരണം ഇനി രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ട് നടക്കാൻ കഴിയില്ലായിരിക്കുന്നത്. ഒരു ഇന്ത്യ ബാക്കിയുണ്ട്. എവിടെ
ഇത്രയും പിന്നോക്കം പോകാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും ബാക്കിയില്ല. ഈ രാജ്യത്തെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ പട്ടികവർഗക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ ദളിതനെ ആദിവാസിയെ സംബന്ധിച്ചിടത്തോളം പോകാൻ ഇഞ്ച് ബാക്കിയില്ല. കാരണം തീവ്രവാദത്തിന്റെ മുദ്ര അവരുടെ തലയിലുള്ളൂ. രക്തരക്തത്തിന്റെ മാവോവാദത്തിന്റെ ഇപ്പൊ കേരളത്തിലെ കാറുകളൊക്കെ അരിച്ചു പൊളിക്കുക. തണ്ടം പോയിട്ട് മാവോവാദികൾ പുറത്തേക്ക് വന്നിട്ട് പാവപ്പെട്ടവരോട് ചോദിക്കുക, അഞ്ചാല വരുമോ, അരി തരുമോ, എങ്ങ വരുമോ? മാവോവാദികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ചോദിക്കുക. എന്നിട്ട് ഇതുവരെ ഒരു സർച്ചിന്റെ ബീച്ച് പോലും നമ്മുടെ തണ്ടൽ പോട്ട് കുട്ടികൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മാവോവാദത്തിന്റെ പേരിൽ, തീവ്രവാദത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ പട്ടികയാകുമ്പോൾ, മാവോവാദത്തിന്റെ പേരിൽ തീവ്രവാദികൾ ദളിതരെ പട്ടികയാകുമ്പോൾ, ആദിവാസികളെ പട്ടികയാകുമ്പോൾ, ഇവരുടെ വീട് മണ്ണിൽ നിന്ന് അവരെ കുടിയിറക്കുമ്പോ, അവരുടെ വീടുകൾ നഷ്ടപ്പെടുമ്പോ, പട്ടിണിയും ദാരിദ്ര്യവും അവരെ അലട്ടുമ്പോ, ആർജവത്തോടുകൂടി അഭിമാനത്തോടുകൂടി അവർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ഇന്ത്യയിൽ പാർട്ടിയുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി. ഈ മുസ്ലിം ലീഗാരാ ഈ നരേന്ദ്രമോദി വരുമെന്ന് നമുക്ക് വല്ലാതെ ബേജാറാവുന്നില്ല. എന്തിനെ ബേജാറാവുന്നത് നിങ്ങളറിയോ? ഈ കേരളത്തിൽ തീരെ ബേജാറാവില്ല. കാരണം കേരളത്തിൽ നരേന്ദ്രമോദിയുടെ കൈക്ക് പിടിക്കാൻ, നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടാൻ, നരേന്ദ്രമോദിയെ തടയാൻ, ചെറുത്തു നിൽക്കാൻ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങളുടെ വൈദ്യത്തിൽ ചവിട്ടിയിട്ട് നരേന്ദ്രമോദിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയും. അതൊക്കെ അന്ന് ഗുജറാത്തിൽ പോയിട്ട് ഡയലോഗൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് പറയണ്ട, നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടാൻ ഈ ഇന്ത്യയിൽ ഒരു പാർട്ടി ഉണ്ടല്ലോ, അത് CPI എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ്. അതിനെ തിരിച്ചറിയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ചിന്താവാദം വിളിക്കുന്ന ആളുകളായി മാറണം. എന്തിനാണ് ആർക്ക് വേണ്ടിയ നിങ്ങൾ ചിന്താവാദം വിളിക്കുന്നത്? എന്ത് കുറ്റം നിങ്ങൾക്ക്, എന്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണ് മുസ്ലിം ലീഗ്? അവരുടെ സമ്പന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണ്ടി ചിന്താവാദം വിളിച്ചു മക്കൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്താവാദം ഈ സമുദായത്തിന് വേണ്ടി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ ക്രിയശേഷിയെ രാഷ്ട്രീയ ഭേദത്തെയാണ് ഈ മുസ്ലിം ഉൾപ്പെടെയുള്ള കക്ഷികൾ തകർച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടും ആയിരക്കണക്കിന് വരുന്ന എന്റെ സമാധാനങ്ങൾ ജയിലിൽ കിടക്കുമ്പോ എനിക്ക് എങ്ങനെ കഷ്ടങ്ങൾ തലയിൽ കെട്ടി എല്ലായിരിക്കും വേണ്ടി ചിന്താവാദം നിൽക്കാൻ സാധിക്കുമെന്ന് നിൽക്കുന്ന ഓരോ ചെറുപ്പക്കാരും ചിന്തിച്ചാൽ മതി. മാറ്റമുണ്ടാവും. അനിവാര്യമായ മാറ്റം ചെയ്തുതരാം. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഈ സാമൂഹ്യ രാഷ്ട്രീയ വിപ്ലവത്തിൽ പങ്കാളികളാകുക, മുൻധാരണയില്ലാതെ ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കുക, തിരിച്ചറിയുക. എനിക്ക് തമിഴ്നാടുകൾക്കും ഇഷ്ടപ്പെട്ട 1000 ഉജ്ജ്വലമായ പ്രവാസിപദ്യം വർദ്ധിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് CPI, ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.